ഹായ് ഫ്രണ്ട്സ്, സാപ്പിണി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതും അതുകൂടാതെ ഈ ആഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതുമായ സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് സെപ്റ്റംബർ മാസം 9-ാം തീയതിയാണ്. അപ്പോൾ 9, 10 തീയതികളിലും കൂടാതെ 12, 13 തീയതികളിലൊക്കെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെ എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം. ഒന്നാമത്തെ സിനിമ മലയാളത്തിലുള്ള സിനിമയാണ്. നുണക്കുഴി എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു ഒരു കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ബേസിൽ ജോസഫ്, ഗ്രേസ് ആന്റണി എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത് ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമ C5 വഴിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലായിട്ട് 13-ാം തീയതിയാണ്, സെപ്റ്റംബർ മാസം 13-ാം തീയതിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഇപ്പോൾ 15 എന്നുള്ളൊരു ഡേറ്റ് കൂടി കേൾക്കുന്നുണ്ട്. പക്ഷേ C5ൻ്റെ ഭാഗത്തു നിന്നും 13 എന്നുള്ളൊരു ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് അടുത്തത്. സെക്ടർ 36 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി ഭാഷയിലെ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ സെപ്റ്റംബർ മാസം 13-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് കീർത്തി സുരേഷ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി മൂവിയാണ്. രഘു താത്ത എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി, തമിഴ് ഭാഷകളിലായിട്ട് C5 സെപ്റ്റംബർ മാസം 13-ാം തീയതി ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഓഫീസർ ബ്ലാക്ക് ബെൽറ്റ് എന്നൊരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ മൂവിയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ സെപ്റ്റംബർ മാസം 13-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. മൾട്ടി ലാംഗ്വേജിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. നൻപൻ ഒരുവൻ വന്ന പിറകെ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴി ഈ ഒരു സിനിമ സെപ്റ്റംബർ മാസം 13-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു സീരീസാണ്, ഒരു തമിഴ് സീരീസാണ്. ഗോലിസോഡ റൈസിംഗ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഒരു സീരീസ് തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ബംഗാളി, മറാഠി ഭാഷകളായിട്ട് സെപ്റ്റംബർ മാസം 13-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു ആക്ഷൻ ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. മിസ്റ്റർ ബച്ചൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് രവി തേജ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. സെപ്റ്റംബർ മാസം 12-ാം തീയതിയാണ്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. കൽബാലി റെക്കോർഡ്സ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. പിന്നെ ഈ ഒരു സീരീസ് ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ടാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. സെപ്റ്റംബർ മാസം 12-ാം തീയതിയാണ്. ചിലപ്പോൾ തമിഴ് ഭാഷയിലും അവൈലബിൾ ആകാൻ ചാൻസ് ഉണ്ട്. വെയിറ്റ് ചെയ്യാം. അടുത്തൊരു ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ബെർലിൻ എന്നാണ് സിനിമയുടെ പേര്. C5 ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് സെപ്റ്റംബർ മാസം 12-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ബെഞ്ച് ലൈഫ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അപ്പോൾ സീരീസാണ്, ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് സീരീസാണ്. സോണി ലീവിൽ സെപ്റ്റംബർ മാസം 12-ാം തീയതി ഈ സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ലാംഗ്വേജിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോണി ലീവ് ആയതുകൊണ്ട് മൾട്ടി ലാംഗ്വേജിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ആയ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ സെപ്റ്റംബർ മാസം 12-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു കോമഡി ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ സീരീസ് ആണ്. സിയോൾ ബസ്റ്റേഴ്സ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ ഈ ഒരു സീരീസ് സെപ്റ്റംബർ മാസം 12-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്ന സമയത്ത് മറ്റ് ഭാഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു തെലുങ്ക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. കമ്മിറ്റി കുറോളു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ തെലുങ്ക് മൂവി ETV വിൻ വഴി സെപ്റ്റംബർ മാസം 11-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഇന്ന് രാത്രി 12-ന് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു മലയാള സിനിമയാണ്. വിശേഷം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ഡ്രാമ ഫീൽ ഗുഡ് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ചിനു ചാന്ദ്രി, അൽതാഫ് സലീഫ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമ സിംപ്ലി സൗത്തിലാണ് ഇന്ന് രാത്രി 12-ന് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ആമസോൺ പ്രൈമിലും ചിലപ്പോൾ ഈ സിനിമ റിലീസ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് മലയാളത്തിൽ റിലീസ് ചെയ്ത ഒരു സിനിമയാണ്. തലവൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ആസിഫ് അലി, ബിജു മേനോനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. സോണി ലീവ് വഴി ഒരു സിനിമ 10-ാം തീയതി, അതായത് നാളെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളായിരുന്നു അവർ പുറത്തു വിട്ടിരുന്നെങ്കിലും സാധാരണ സോണി ലീവിൽ റിലീസ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ദിവസം മുമ്പേ തന്നെ ഇന്ന് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ എന്നുള്ളത്. മലയാളം ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, ബംഗാളി, മറാത്തി ഭാഷകളായിട്ട് സോണി ലീവിൽ ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അപ്പോൾ ഈ സിനിമകൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ്, 15ഓളം സിനിമകളുടെ സീരീസുകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. നാളെയും മറ്റന്നാളും, അതായത് ഈ ഒരാഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ, ഇന്ന് റിലീസ് ചെയ്തതും
നാളെ മറ്റന്നാളുമായിട്ട് ഈ ഒരാഴ്ചയിൽ ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതുമായ പിന്നെ ഏകദേശം കംപ്ലീറ്റ് ലിസ്റ്റാണ് ഇപ്പോഴത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനിയും പുതിയ പുതിയ അപ്ഡേറ്റുകൾ വന്നേക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് വീഡിയോസ് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്, ഒത്തിരി അപ്ഡേറ്റുകൾ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എത്രയാണത്തെ വീഡിയോ? എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും